മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനിന്റെ പോരാളികൾ തലകുനിച്ചത് കേപ്പ് വെർദെ എന്ന രാജ്യത്തിന് മുന്നിലല്ല, 40ന്റെ ചെറുപ്പവുമായി തിളങ്ങിയ അവരുടെ ഗോൾ കീപ്പർ ഒസീഞ്ഞയ്ക്ക് മുന്നിലാണ്. ആദ്യ മത്സരം കൊണ്ട് തന്നെ കുഞ്ഞൻ ആഫ്രിക്കൻ രാജ്യം ആരാധകരുടെ പ്രിയപ്പെട്ട സംഘമായി മാറിക്കഴിഞ്ഞു. ജോസിമർ ഡിയാസിന് ഒസീഞ്ഞ എന്ന ചെല്ലപ്പേര് നൽകിയത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. ഒസീഞ്ഞ എന്നാൽ പോർച്ചുഗീസിൽ ചെറിയ ശബ്ദമെന്നാണ് അർത്ഥം. സ്പെയിൻ നിരയുടെ ആക്രമണങ്ങളുടെ മുനയൊടിച്ചത് പക്ഷേ ചെറിയ ശബ്ദമായിരുന്നില്ല. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ 90 മിനിറ്റും ആ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. പ്രതിരോധ നിരയെ ചേർത്ത് നിർത്തി ഗോളെന്നുറപ്പിച്ച ഷോട്ടുകൾ ഒന്നൊന്നായി തട്ടിയകറ്റി. സ്പെയിന്റെ എണ്ണം പറഞ്ഞ് 7 ഷോട്ടുകൾ വലതൊടാതെ മടക്കി. സാവോ വിസിന്റെയുടെ തെരുവുകളിൽ മുതിർന്നവർക്കൊപ്പം പന്ത് തട്ടിയാണ് ജോസിമർ ഡിയാസ് തന്റെ കരിയർ ആരംഭിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ഇളയവനായിരുന്നതിനാൽ ഒപ്പം കളിച്ചവരിൽ നിന്ന് നേരിട്ടത് സംഘം ചേർന്നുള്ള കൊടിയ മർദ്ദനം. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്ന ഡിയാസിന്റെ പോരാട്ടം എത്തി നിൽക്കുന്നത് ലോക ചാമ്പ്യന്മാരെ മുട്ടുകുത്തിച്ച ലോകകപ്പ് വേദിയിൽ. സ്പെയിനിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ബലൻഡോർ ജേതാവ് റോഡ്രി, ഏത് പ്രതിരോധ കോട്ടയും വെട്ടിയൊഴിയുന്ന കൗമാരതാരം ലമീൻ യമാൽ, ഒപ്പം ആക്രമണത്തിലും മധ്യനിരയിലും പ്രതിരോധത്തിലും യൂറോപ്പിനെ അടക്കി ഭരിക്കുന്ന ഒരു പിടി താരങ്ങൾ, മികച്ച പന്തടക്കം. എന്നിട്ടും സ്പെയിൻ വിയർത്തത് 40ന്റെ ചെറുപ്പത്തിന് മുന്നിലാണ്. ഒസീഞ്ഞ ഒരു വൻമതിൽ കണക്കെ സ്പാനിഷ് അർമാൻഡയെ പിടിച്ചുകെട്ടി. പ്രതിരോധക്കോട്ട തകർക്കാൻ കിണഞ്ഞു ശ്രമിച്ച സ്പെയിൻ നിരയെ പെനാൽറ്റി ബോക്സിൽ വെല്ലുവിളിച്ചു ഒസീഞ്ഞ. നെഞ്ചിൽ വാങ്ങിയ പന്ത തന്റെ മുന്നിലേക്ക് തട്ടിയിട്ടായിരുന്നു ഒസീഞ്ഞ സ്പെയിൻ ആക്രമണ നിരയെ പന്തെടുക്കാൻ ക്ഷണിച്ചത്. എന്താണ് ചെയ്യുന്നതെന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്ന 40കാരന് മുന്നിൽ മുൻ ലോക ചാമ്പ്യന്മാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പെരുമക്കേട്ട നിരവധി താരങ്ങൾ കളത്തിലുണ്ടായിരുന്നിട്ടും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒസീഞ്ഞ പുരസ്കാര നേട്ടത്തിന് ശേഷം പൊട്ടിക്കരഞ്ഞു. വിശ്വവേദിയിലേക്ക് വഴിയൊരുക്കിയ മുത്തശ്ശനും മുത്തശ്ശിക്കും നന്ദി പറഞ്ഞു. വീസ കിട്ടാത്തതിനാൽ അമേരിക്കയിൽ എത്താനാകാത്ത അമ്മയെ ഓർത്തു മാത്രമായിരുന്നു നിരാശ. കേപ്പിന്റെ ഗോൾ വല കാക്കാൻ ഒസീഞ്ഞ ഉള്ളത്രയും നാൾ ഒരു കാര്യം ഉറപ്പാണ്: ഈ കുഞ്ഞൻ രാജ്യത്തെ മറികടക്കുക എളുപ്പമല്ല. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.